വെറും 10 വയസ്സ് പ്രായമാകുന്ന ഒരു കുട്ടി അടങ്ങിയിരിക്കത്തില്ല. ഭയങ്കര ഡിസ്റ്റർബൻസസ് ആണ്. ഈ കുട്ടിയെ അയൽപ്പക്കക്കാർ അടുപ്പിക്കില്ല. എവിടെ ചെന്നാലും ഇവനെ ഒഴിവാക്കൂ എന്ന് അവൻ്റെ അമ്മയോട് പറയുന്നു. ഈ പാവം പിടിച്ച ഈ അമ്മ വിഷമിക്കുകയാണ്. അങ്ങനെ ഇവർ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഏതൊക്കെയോ ചില സൈക്കോളജിസ്റ്റുകളെയും സൈക്കാട്രിസ്റ്റുകളെയും കാണിച്ചു വരുന്നുണ്ട്. അങ്ങനെ അടുത്ത സമയത്തും ബഹുമാനപ്പെട്ട ഒരു സൈക്കാട്രിസ്റ്റ് അദ്ദേഹം നിഗമനത്തിലെത്തി, ഇവന് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ആണ്. അങ്ങനെ മരുന്നും കൊടുത്തു. ഈ 3 വർഷത്തിനിടയിൽ പല ഡോക്ടേഴ്സ് പല മരുന്നും കൊടുത്തിരുന്നു, ഒന്നും വിജയിച്ചില്ല. എന്തായാലും ഞാൻ ഈ കുട്ടിയിൽ കണ്ടെത്തിയ സത്യം നിങ്ങൾ അറിയണം, ലോകം മനസ്സിലാക്കണം. ഈ ചെറുക്കൻ അവൻ 7 വയസ്സ് പ്രായമായിരുന്നപ്പോൾ, വെറും 2ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് പരാതി ഉണ്ടായി. എങ്ങനെയുള്ള പരാതിയാണെന്ന് അറിയാമോ? ഇവൻ മറ്റൊരു പെൺകുട്ടിയുടെ പാവാട പൊക്കി. വെറും 2ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന പ്രായമാണ് എന്ന് ഓർക്കുക. അങ്ങനെ കൂടുതൽ ദുഷ്പേര് ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഇവൻ വാങ്ങിക്കൂട്ടി. വിഷയങ്ങൾ വെറും 10 വയസ്സാകുന്ന പ്രായം ആകുന്ന പയ്യൻ മാത്രം എന്ന് നിങ്ങൾ അറിയുക. അങ്ങനെ എൻ്റെ നിഗമനത്തിൽ ഞാൻ കണ്ടെത്തിയത്, ഇവൻ താമസിച്ചിരുന്ന വീട്ടിൻ്റെ അയൽപ്പക്കത്ത് അവിടുത്തെ കുട്ടികളെന്ന് വെച്ചാൽ എത്ര പ്രായം? വെറും 13-12 വയസ്സ് പ്രായത്തിലുള്ള കുട്ടികളുടെ കളി. ഇവൻ്റെ അച്ഛൻ്റെ മൊബൈലിലേക്ക് ഇവന് അയച്ചു കൊടുക്കുന്ന വീഡിയോസ് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ആയിട്ടുള്ള ഷോർട്ട് വീഡിയോസ് ഇവൻ അയച്ചു കൊടുക്കുക, ഇവനത് കാണുക. ആ ചീത്ത വീഡിയോ ആണെന്ന് ഇവൻ എന്നോട് പറയുകയും ചെയ്തു അടുത്തിടെ. ഇതൊക്കെയാണ് ഇവൻ്റെ ഉള്ളിൽ കിടന്നിട്ട് പ്രായത്തിന് അതീതമായിട്ടുള്ള കാര്യങ്ങളോട് കടന്നുപോയി അവന് ശരിക്കും എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവൻ്റെ അമ്മ എന്നോട് ഉന്നയിച്ചതും, ഇവൻ എപ്പോഴും അവൻ ധരിക്കുന്ന നിക്കർ അല്ലെങ്കിൽ പാൻറ്റിൻ്റെ അടിയിലേക്ക് ഇവൻ്റെ കൈപ്പത്തി ഇട്ടുകൊണ്ടിരിക്കും, അരോചകമാണ്, എവിടെ ചെന്നാലും ഇത് ചെയ്യുന്നു, സ്ഥലകാല ബോധമില്ലാതെ ഇത്തരം കാര്യങ്ങൾ അവൻ പെരുമാറുന്നു. എങ്ങനെ പെരുമാറാതിരിക്കും? ഈ കുട്ടിയുടെ എക്സ്പോഷർ, ഈ ചൈൽഡായിട്ടുള്ള ഈ ചെറിയ കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയാണ് നാശമായിരിക്കുന്നത്. ഇവൻ കുഞ്ഞ് നരമ്പ് രോഗിയും പീഡന വിദഗ്ധനുമായിട്ട് വളർന്നു വരികയാണ്. എന്തായാലും ഇപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഏറെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ശരിക്കുമുള്ള കാരണം വീട്ടുകാരും മനസ്സിലാക്കി. ഈ കൊച്ചു പയ്യൻ എന്ത് ജിജ്ഞാസയാണ്, എന്ത് ബുദ്ധിയുള്ള ചെറുക്കനാണ്. അവൻ നല്ല പാടാൻ കഴിവുണ്ട്. അടുത്ത ദിവസം അവൻ്റെ വീടിനടുത്തൊരു ക്ലബിൽ അവൻ പാട്ടുപാടി, അങ്ങനെ ഒരു അവാർഡ് മേടിച്ചു, എന്നെ കൊണ്ട് കാണിച്ചു. അത്രയ്ക്കും പുരോഗമിച്ചു. അതുകൊണ്ട് ദയവേത് മനസ്സിലാക്കുക, ഒരു കുട്ടിയും മോശമായിട്ട് പെരുമാറില്ല. അതിന് കാരണമില്ലാതെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് വെറുതെ ബ്രെയിനിലുണ്ടാകുന്ന കുറച്ച് കെമിക്കൽ ചേഞ്ചസ് ആണ് എന്ന നിഗമനത്തിൽ ഔഷധം കൊടുത്ത് കുഞ്ഞിൻ്റെ ജീവിതം കളയരുത്, ആരോഗ്യം നശിപ്പിക്കരുത്. എല്ലാ കേസും മരുന്ന് കൊടുക്കേണ്ടതാണെന്ന് ധരിക്കരുത്. തെറ്റായ നിഗമനമാണ്. ശരിക്കുമുള്ള കാരണം കണ്ടെത്തൂ, അത് കുട്ടികളെ രക്ഷപ്പെടുത്തൂ. ഇന്നേ സമൂഹ മാധ്യമങ്ങളും ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയും കുട്ടികളെ നശിപ്പിക്കുന്ന, ദുഷിപ്പിക്കുന്ന, തൊലയ്ക്കുന്ന അവസ്ഥയ്ക്ക് മരുന്ന് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ചിന്തിക്കുക. പ്രായോഗികമായിട്ട് ഈ കൊടുക്കുന്നവരും വാങ്ങിക്കൊടുക്കുന്നവരും പേരൻസ് ആയിട്ടുള്ളവർ ചിന്തിക്കുക. എന്തായാലും ഞാൻ കൊല്ലം ഐത്തില്ല മെഡിറ്ററേനിയൻ ഹോസ്പിറ്റലിൽ സൈക്കോളജിസ്റ്റാണ്. ഞാൻ സൈക്കോളജിസ്റ്റ് നാഗരാജ്. 9605743596 എൻ്റെ നമ്പർ. കുഞ്ഞുങ്ങളെ രക്ഷിക്കൂ. 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുതൽ നമുക്കിന്ന് കാണേണ്ടതുണ്ട്. ഒരു കാരണമുണ്ടായിട്ട് വരാതെ അല്ലാതെ തന്നെ വന്ന് കുട്ടികളുടെ വ്യക്തിത്വം ഭംഗിയാക്കി കൊണ്ടുപോകും. അതിനുള്ള പ്രോഗ്രാംസ് നമുക്കുണ്ട്. നമുക്ക് കൊല്ലം ഐത്തിലിൽ മാത്രമല്ല, മുഖത്തലയിൽ നമുക്ക് സ്വന്തമായിട്ട് NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, ഹിപ്നോതെറാപ്പി, ഫാമിലി തെറാപ്പി, ഫാമിലി കൗൺസിലിംഗ്, അഡോളസെൻ്റ് കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്.
വന്ന് പ്രയോജനപ്പെടുത്തൂ. 100% ഔഷധരഹിതമാണ്. ഗുണം ഗ്യാരൻറ്റീഡാണ്. വെറുതെ വർത്തമാനമല്ല സൈക്കോളജി മനസ്സിലാക്കുക, വെറുതെ തിയറി അല്ല സൈക്കോളജി എന്ന് മനസ്സിലാക്കുക. അതിന് അതിൻ്റേതായ സിസ്റ്റംസും മോഡാലിറ്റീസും ടെക്നിക്സും ഉണ്ട്. അത് ശാസ്ത്രീയമായിട്ട് നല്ല അനുഭവ സമ്പത്തുള്ളവരുടെ എക്സ്പീരിയൻസാണ് നേടേണ്ടത്. എങ്കിൽ ഗുണം കിട്ടും, ഇല്ലെങ്കിൽ ഒരു ഗുണവും കിട്ടത്തില്ല.